Hello all, welcome to video lecture on the topic collision handling. We'll see an introduction to collision handling and we'll see what is collision handling in this slide. Collisions occur when the hash functions maps two different keys to the same location. Hash functionന്റെ benefit എന്താണ്? അല്ലെങ്കിൽ hash function ചെയ്യുന്നത് എന്താണ്? ഒരു കീനെ ഒരു particular ഇൻഡെക്സ് ലൊക്കേഷനിലേക്ക് മാപ്പ് ചെയ്യലാണ് ഹാഷ് ഫംഗ്ഷന്റെ ജോബ്. ചില സമയത്ത് ഹാഷ് ഫംഗ്ഷൻസ് രണ്ട് ഡിഫറെന്റ് കീസിനെ സെയിം ലൊക്കേഷനിലേക്ക് മാപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ മീനിങ് രണ്ട് ഡിഫറെന്റ് കീ വാല്യൂസ് ഹാഷ് ടേബിളിൽ ഒരേ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യേണ്ട അവസ്ഥ വരികയാണ്. ആ ഒരു സിറ്റുവേഷനെയാണ് കൊലീഷൻസ് എന്ന് പറയുന്നത്. ഹാഷ് ഫംഗ്ഷൻ രണ്ട് ഡിഫറെന്റ് കീനെ സെയിം ലൊക്കേഷനിലേക്ക് മാപ്പ് ചെയ്യണോ, അപ്പൊ നമുക്ക് രണ്ട് കീ ഹാഷ് ടേബിളിൽ ഒരേ ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ആ സിറ്റുവേഷനെയാണ് കൊലീഷൻസ് എന്ന് പറയുന്നത്. Two records cannot be stored in the same location. അല്ലെ, two keys ഒരിക്കലും ഒരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. Therefore, a method is used to solve the problem of collision, and that method is called collision resolution technique or collision handling technique. അപ്പൊ നമുക്ക് രണ്ട് ഡേറ്റ എന്തായാലും ഒരേ മെമ്മറി ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൊലീഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റൂ. ആ സൊല്യൂഷൻ കാണേണ്ട മെത്തേഡിനെയാണ് കൊലീഷൻ റെസൊല്യൂഷൻ ടെക്നിക് ഓർ കൊലീഷൻ ഹാൻഡ്ലിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. And the two most popular methods for resolving collisions resolve ചെയ്യാനുള്ള രണ്ട് important methods ആണ് open addressing എന്ന മെത്തേഡ് അല്ലെങ്കിൽ ചെയിനിങ് എന്ന മെത്തേഡ്. ഓപ്പൺ അഡ്രസ്സിംഗിലും കുറച്ച് സബ് മെത്തേഡ്സ് വരുന്നുണ്ട്. കൊലീഷൻ റെസൊല്യൂഷൻ ബൈ ഓപ്പൺ അഡ്രസ്സിംഗ് അതെങ്ങനെയാന്ന് ആദ്യം നോക്കാം. Once a collision take place, open addressing or closed hashing, വേറെ പേരാണ് closed hashing, computes new position using a prop sequence and the next record is stored in that position. That ഏതൊരു ഓപ്പൺ അഡ്രസ്സിംഗ് മെത്തേഡ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ക്ലോസ്ഡ് ഹാഷിംഗ്, ഓപ്പൺ അഡ്രസ്സിംഗിന്റെ വേറെ പേരാണ് ക്ലോസ്ഡ് ഹാഷിംഗ്, അതിൽ ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കിന്റെ ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൊലീഷൻസ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? കൊലീഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയ കീ, അതായത് ഫസ്റ്റ് ഓൾറെഡി ഒരു പെർട്ടിക്കുലർ കീക്ക് ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടാവും. അവിടെ ഡേറ്റ ഓൾറെഡി സ്റ്റോർഡ് ആയിരിക്കും. പിന്നെയും പുതിയ കീക്ക് ആ ഒരു സെയിം ലൊക്കേഷൻ കിട്ടുമ്പോഴാണ് കൊലീഷൻ ഉണ്ടാകുന്നത്. അപ്പൊ കൊലീഷൻസ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് പുതിയ കീക്ക് ഇനി ഒരു പുതിയ പൊസിഷൻ കണ്ടുപിടിക്കണം. ആ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് with the help of a sequence ആണ്. ആ സീക്വൻസിനെയാണ് we are calling that sequence as prop sequence. So ഈ prop sequence വെച്ച് ന്യൂ കീക്ക് നമ്മൾ പുതിയ ഒരു പൊസിഷൻ കണ്ടുപിടിക്കും. And in that position we are going to store that value. On this technique's values are stored in the hash table. എല്ലാ ഹാഷിംഗ് മെത്തേഡും പോലെ ഇവിടെയും ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്? ഹാഷ് ടേബിളിലാണ്. And the hash table contains two types of values, sentinel values and data values. Sentinel values -1 പോലത്തെ ഒരു വാല്യൂവിനെയാണ് നോർമലി സെന്റിനൽ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിനൊരു സെന്റിനൽ വാല്യൂവിന്റെ എക്സാമ്പിൾ ആണ് -1. And what's the purpose of the sentinel value? Sentinel value indicates that the location contains no data at present. ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഡേറ്റ ഇല്ല എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ സെന്റിനൽ വാല്യൂ യൂസ് ചെയ്യുന്നത്. സോ ആ ലൊക്കേഷൻസ് ഫ്രീ ആണ്, പുതിയ ഡേറ്റ വേണമെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് സെന്റിനൽ വാല്യൂസ് ഹാഷ് ടേബിളിൽ യൂസ് ചെയ്യുന്നത്. ഡേറ്റ വാല്യൂസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം സം ഡേറ്റ സ്റ്റോർഡ്, അപ്പോ കൊലീഷൻ ആണ് ഒക്കർ ചെയ്തിരിക്കുന്നത്. ഇനി ഫർദർ ആ ലൊക്കേഷനിൽ പുതിയ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. When a key is mapped to a particular location, then the value it holds is checked. നമ്മൾ മാപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലെ വാല്യൂ ചെക്ക് ചെയ്യണം. എന്ത് വാല്യൂ ആണോ ചെക്ക് ചെയ്യുന്നത്? ഡേറ്റ വാല്യൂ ആണോ സെന്റിനൽ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യാണ്.
സെന്റിനൽ വാല്യൂ ആണെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല. അതിന്റെ അർത്ഥം ദാറ്റ് ഏരിയ ഈസ് ഫ്രീ. നമുക്ക് എന്ത് ചെയ്യാം, ഈ കീനെ ആ ലൊക്കേഷനിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാം. If it contains a sentinel value, then the location is free. Data value can be stored in it. അതിന്റെ അർത്ഥം സെന്റിനൽ വാല്യൂ ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ ഫ്രീ ആണ്. നമ്മൾക്ക് ഇപ്പൊ ഡേറ്റ വാല്യൂ അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. However, if the location already has some data value stored in it, so നമുക്ക് എന്ത് ചെയ്യണം, we need to find a free slot. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഫ്രീ സ്ലോട്ട് ഫൈൻഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൊളീഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് യൂസ് ചെയ്യേണ്ടി വരികയാണ്. If even a single free location is not found, then we have an overflow condition. But നമ്മളിങ്ങനെ കൊളീഷൻ ഹാൻഡ്ലിംഗ് മെക്കാനിസംസ് ഒക്കെ യൂസ് ചെയ്തു, സ്റ്റിൽ നമുക്കൊരു ഫ്രീ ലൊക്കേഷൻ കണ്ടുപിടിക്കാനേ പറ്റുന്നില്ല എന്ന് കൺസിഡർ ചെയ്യാം. അതിന്റെ അർത്ഥം മെമ്മറി ഈസ് ഫുൾ, അതായത് we have reached an overflow state. Now we will see probing. The process of examining memory locations in the hash table is called probing. Memory locations in on the examine cheya free aano occupied aano ennokka parnu on examine cheyunna process aanu probing. And open addressing techniques can be implemented using 4 methods. They are linear probing, quadratic probing, double hashing and rehashing. We will see the linear probing collision handling technique first. One of the easiest collision handling technique is linear probing. Linear probing in the logic is very simple. Suppose collision and consider. So our particular memory location we data store next free slot or next empty slot identify next empty slot data store. That's what linear probing says. If there is collision, go and scan for a free slot or empty slot. That's empty slot data store. This is a hash function help in explain division method using a hash function division method. So if a value is already stored at location generated by h of k, we hash function apply to memory location. But our memory location is data value store. Appo collision undayi. So we need to resolve collision. Adinu vendi cheyyunnathu, you have to perform a hash function. When you performed a hash function, you got a location plus I cheya mod m. ഇതൊരു ഫോർമുലയാണേ ഉള്ളൂ, ഇതൊന്നും ഇല്ലാതെ വളരെ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയാം. h dash of k means k mod m, നമ്മുടെ division method ന്റെ ഫോർമുലയാണ്. And I is a prop number. I prop number and it can be varied from 0 to m minus 1. എപ്പോഴും പ്ലസ് 1 വെച്ച് തന്നെ നമ്മൾ പ്രോബ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, 2ഓ 3ഓ ഒക്കെ വെച്ച് പ്രോബ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ആ ഹാഷ് ടേബിളിന്റെ സൈസിൽ m is the size of hash table, ആ സൈസിലെ ഒരു പ്രോപ്പ് നമ്പർ ആണ് I എന്ന് പറയുന്നത്. സോ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നെക്സ്റ്റ് എംപ്റ്റി സ്ലോട്ട് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഇങ്ങനെ ഒരു ഹാഷ് ഫംഗ്ഷനെ മോഡിഫൈ ചെയ്യാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ നെക്സ്റ്റ് എംപ്റ്റി സ്ലോട്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ മതി. ഇത് ഇത്ര കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. എക്സാമ്പിളിലോട്ട് വരുമ്പോൾ we will see an example. Suppose this is a key and hash table has m slots. Hash function key mod 1000 apply ചെയ്യുമ്പോൾ we produced a location 497. അപ്പോൾ 497 എന്ന ലൊക്കേഷനിലാണ് ഈ ഒരു പെർട്ടിക്കുലർ കീ നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. Now think that a 497th position is already occupied by some other key. ഈ ഒരു കീ വെച്ച് വീണ്ടും ഈ ഒരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 497 ആണ് കിട്ടുക. അതായത് അപ്പൊ നേരത്തെ 2885497 എന്ന ഡേറ്റ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്, 497 എന്ന പൊസിഷനിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു, വീണ്ടും നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ we got the result 497. ബട്ട് അവിടെ ഈ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ നിവർത്തിയില്ല. സോ വാട്ട് വി നീഡ് ടു ഡു, then next available position can be chosen. അടുത്ത ഫ്രീ സ്ലോട്ടിനെ നമുക്ക് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്.
497 കഴിഞ്ഞപ്പോൾ 498 എന്ന് പറഞ്ഞ പൊസിഷൻ ഫ്രീ ആണെങ്കിൽ യു ക്യാൻ ചൂസ് ദാറ്റ്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രോബ് I എന്ന് പറയുന്നത് 1 ആണ്. See some other example. Again, we are applying a simple hash function key mode 7. 7 ആണ് ഹാഷ് ടേബിളിന്റെ സൈസ്. സോ key mode 7 എന്ന ഹാഷ് ഫംഗ്ഷൻ ഡിവിഷൻ മെത്തേഡിനാണ് again യൂസ് ചെയ്യുന്നത്. So we need to store ഇത്രയും കീസ് സ്റ്റോർ ചെയ്യണം. So initially a hash table empty ആണ്. First hash function apply ചെയ്തപ്പോൾ 50 എന്ന വാല്യൂ 1 എന്ന ഇൻഡെക്സ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്തു. നെക്സ്റ്റ് 700 നമുക്കൊരു ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടി. Then 76 കിട്ടി. Then 85 ചെയ്തപ്പോൾ എന്താ പ്രോബ്ലം ഉണ്ടായത്? കൊളീഷൻ ഒക്കർ ചെയ്തു. 85 മോഡ് 7 ചെയ്ത സിറ്റുവേഷനിൽ കൊളീഷൻ ഒക്കർ ചെയ്തു. കൊളീഷൻ ഒക്കർ ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത ഫസ്റ്റ് ഫ്രീ സ്ലോട്ട് കണ്ടുപിടിക്കുകയാണ്. ഇതിലെ ഫസ്റ്റ് ഫ്രീ സ്ലോട്ട് ഇവിടെ ഫ്രീ ആണ് അല്ലേ? സോ അവിടെ പോയി എന്ത് സ്റ്റോർ ചെയ്തു? 85 എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു. അഗൈൻ 92 എന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ നോക്കുമ്പോഴും എന്താണ്? ഓൾറെഡി ആ പൊസിഷനിൽ നമ്മളൊരു 50 എന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഇൻഡെക്സ് ലൊക്കേഷനിൽ. അപ്പൊ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഫ്രീ സ്ലോട്ട്, ഇവിടെ നെക്സ്റ്റ് ഫ്രീ സ്ലോട്ട് ഏതാ? 3 എന്ന ഇൻഡെക്സ് ലൊക്കേഷൻ ആണ് ഫ്രീ. സോ അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 92 സ്റ്റോർ ചെയ്യാം. ഇങ്ങനെയാണ് ലീനിയർ പ്രോബിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് വർക്ക് ചെയ്യാം. നെക്സ്റ്റ് സപ്പോസ് കൊളീഷൻ ഉണ്ടാവുകയാണെങ്കിൽ നെക്സ്റ്റ് ഫ്രീ സ്ലോട്ട് ഐഡന്റിഫൈ ചെയ്യാം. ആ ഫ്രീ സ്ലോട്ടിൽ കൊണ്ടുപോയി ഡേറ്റ സ്റ്റോർ ചെയ്യാം. Then, how we can perform searching a value in linear probing? If a match is found, search operation is successful. Ella searching in a pole. So, in that time, the search time or complexity is order of 1. If the key does not match, so പിന്നെ നമുക്ക് sequential array പോലെ search ചെയ്യാൻ പറ്റുള്ളൂ. sequential array പോലെ search ചെയ്തപ്പോൾ end of array വരെ search ചെയ്യേണ്ടി വരും. അങ്ങനെ search ചെയ്യുമ്പോൾ ചിലപ്പോൾ വാല്യൂ ഫൈൻഡ് ആകാം. അപ്പൊ നമുക്ക് searching സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ search function encounters a vacant location in the array indicating that value is not present. അതായത് ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടെ തന്നെ മാച്ചിങ് ഫൈൻഡ് ചെയ്തു. അതാണ് ആദ്യത്തെ കേസിൽ പറയുന്നത്. ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തപ്പോൾ 5 എന്ന ഇൻഡെക്സ് ലൊക്കേഷൻ കിട്ടി. 5 എന്ന ഇൻഡെക്സ് ലൊക്കേഷനിൽ തന്നെയാണ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ. അങ്ങനെയാണെങ്കിൽ സെർച്ച് സക്സസ്ഫുൾ ആണ്. അപ്പൊ സെർച്ച് ടൈം 1 ആണ്. ബട്ട് ചില സമയത്ത് കൊളീഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ലീനിയർ പ്രോബിംഗ് വഴി ഫ്രീ സ്ലോട്ടിലാണ് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലീനിയർ എറയിൽ സെർച്ച് ചെയ്യുന്നോണം സെർച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ എത്ര നേരം സെർച്ച് ചെയ്യേണ്ടി വരും? വാല്യൂ ഫൈൻഡ് ചെയ്യണ വരെ സെർച്ച് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു വേക്കന്റ് സ്ലോട്ട് കിട്ടുന്നത് വരെ. ഒരു വേക്കന്റ് ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ആ നെക്സ്റ്റ് ഫ്രീ സ്ലോട്ടിൽ എന്തായാലും കൊളീഷൻ ഉണ്ടെങ്കിലും നെക്സ്റ്റ് ഫ്രീ സ്ലോട്ടിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തേനെ. ബട്ട് അവിടെയും ഡേറ്റ സ്റ്റോർ ചെയ്തില്ല. കാരണം ഓൾറെഡി ഒരു ഫ്രീ സ്ലോട്ട് കണ്ടു. സ്റ്റിൽ മാച്ചിങ് വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ വാല്യൂ ഇസ് നോട്ട് പ്രസന്റ്. സെർച്ച് അൺസക്സസ്ഫുൾ ആണ്. അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഹാഷ് ടേബിൾ എത്തി. എൻഡ് ഓഫ് ദ ഹാഷ് ടേബിൾ എത്തിയിട്ടും സക്സസ്ഫുൾ സെർച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ വാല്യൂ ഇസ് നോട്ട് ഫൗണ്ട് എന്നാണ് അർത്ഥം. സോ ലീനിയർ പ്രോബിംഗിന്റെ കേസിൽ പിന്നീട് ഒരു സെർച്ചിങ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് അതേ ലൊക്കേഷനിൽ തന്നെ ഡേറ്റ ഉണ്ടെങ്കിൽ ഓക്കെ, ഹാഷ് ഫംഗ്ഷൻ വർക്ക്സ് ഫൈൻ. നമുക്ക് എന്ത് ഓർഡർ ഓഫ് 1 കോംപ്ലക്സിറ്റിയിൽ സെർച്ചിങ് ചെയ്യാൻ പറ്റി. അല്ലാത്ത സിറ്റുവേഷനിൽ ജസ്റ്റ് ലൈക്ക് എ സീക്വൻഷ്യൽ എറേ ആണ് സെർച്ചിങ് പോകുന്നത്. So, in the worst case linear probing use ചെയ്താൽ the search operation may have to make n-1 comparison. So, the runtime complexity can be order of n. ഇത് നേരത്തെ പറഞ്ഞ പോലെ വേഴ്സ്റ്റ് കേസ് ആ ഫുൾ ഹാഷ് ടേബിൾ സെർച്ച് ചെയ്തിട്ട് നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ കിട്ടാത്ത സിറ്റുവേഷൻസ് ആണ് ഈ പറയുന്നത്. So, one of the problem again faced by this linear probing is primary clustering problem. You will see what is, or one of the pitfall of linear probing is this primary clustering problem. We will see what is this. Cluster is nothing collection of consecutive occupied slot. ഇതേപോലെ കുറെ consecutive locations occupied ആണെങ്കിൽ we will say there is a cluster. So ഒരു linear probing യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ primary clusters ഉണ്ടാകാനുള്ള chances വളരെ കൂടുതലാണ്. ഹാഷ് ടേബിൾ ഏതെങ്കിലും സെറ്റ് ഓഫ് ലൊക്കേഷൻസ് consecutive locations occupied ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് പ്രൈമറി ക്ലസ്റ്ററിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ്
what happens when this primary clusters increases? Primary clusters increase ചെയ്യുമ്പോൾ പിന്നെ സെർച്ചിങ്ങിനും ഇൻസേർഷനും ഡെലീഷനും ചെയ്യാനുള്ള ടൈം കോംപ്ലക്സിറ്റി വളരെ കൂടുതലായിരിക്കും. And what's the solution to avoid this primary clustering? We have to go for some other collision handling techniques like quadratic probing and double hashing. Primary clustering eliminate ചെയ്യാനുള്ള ഒരു solution ആണ് പറയാൻ പോകുന്നത്. Using quadratic rehash. സാധാരണ linear probing next ith free slot ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ തേർഡ് ലൊക്കേഷനിലാണ് കൊളീഷൻ വന്നതെങ്കിൽ ഫോർത്ത് ഫ്രീ സ്ലോട്ട് ആണോ, ഫിഫ്ത്ത് ലൊക്കേഷൻ ഫ്രീ സ്ലോട്ട് ആണോ, സിക്സ്ത് ലൊക്കേഷൻ ഫ്രീ സ്ലോട്ട് ആണോ എന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് എപ്പോഴും I1 2 അങ്ങനെ നമ്മൾ മൂവ് ചെയ്യുന്നുള്ളൂ. ബട്ട് ക്വാഡ്രാറ്റിക് റീഹാഷിംഗ് നമ്മൾ I സ്ക്വയർ സ്ലോട്ട് ആണ് ith ഇറ്ററേഷനിൽ യൂസ് ചെയ്യുക. അതായത് rather than moving one spot, ഒരു സ്പോട്ട് വെച്ച് മൂവ് ചെയ്യാതെ എങ്ങനെ മൂവ് ചെയ്യാൻ പറയാണ്? I സ്ക്വയർ സ്ലോട്ടിലോട്ട് മൂവ് ചെയ്യാൻ പറയാണ്. ബേസ്ഡ് ഓൺ ഐട്രേഷൻ. ഫസ്റ്റ് ഐട്രേഷൻ ആണെങ്കിൽ 1 തന്നെ, സെക്കൻഡ് ഐട്രേഷൻ ആണെങ്കിൽ 2 സ്ക്വയർ 4, അങ്ങനെ മൂവ് ചെയ്യാൻ പറയാണ്. അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലെങ്കിൽ ആ ഒരു ഫോർമുലയാണ് ഹാഷ് കീ പ്ലസ് ഐട്രേഷൻ I ആണെങ്കിൽ സ്ക്വയർ ഓഫ് I ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാഷിംഗ് പെർഫോം ചെയ്യുന്നത്. ഡിവിഷൻ മെത്തേഡ് ആണെങ്കിൽ പോലും ഹാഷ് കീ പ്ലസ് I സ്ക്വയർ, അതായത് ടു ഐഡന്റിഫൈ ദ I സ്ക്വയർ സ്ലോട്ട് ഇൻ ദ ith iteration. ആ ഒരു മെത്തേഡിനെയാണ് ക്വാഡ്രാറ്റിക് റീഹാഷ് എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് റീഹാഷ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാണ്. കൺസിഡർ ദ ഹാഷ് ഫംഗ്ഷൻ as hash of x be the slot index computed using the hash function. നമ്മുടെ ഹാഷ് ഫംഗ്ഷൻ വെച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ലോട്ട് ഇൻഡെക്സ് കൺസിഡർ ചെയ്യാം. ആൻഡ് ഇഫ് ദാറ്റ് സ്ലോട്ട് ഹാഷ് ഓഫ് എക്സ് മോഡസ്റ്റ് ചെയ്തപ്പോൾ അത് ഫുൾ ആണ് അസ്യൂം ചെയ്യുക. അപ്പൊ നമ്മൾ എന്ത് ട്രൈ ചെയ്യണം? ഹാഷ് ഓഫ് എക്സ് പ്ലസ് 1 സ്റ്റാർ 1 മോഡസ്റ്റ്, അതായത് ഫസ്റ്റ് ഐറ്ററേഷൻ ആയതുകൊണ്ട് ഐയുടെ വാല്യൂ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇനി ഇതും ഫുൾ ആണ്, അപ്പോഴാണ് സെക്കൻഡ് ഐറ്ററേഷനിലോട്ട് പോവുക. ഫസ്റ്റ് ഐറ്ററേഷൻ കഴിഞ്ഞുള്ള സ്ലോട്ടും ഫുൾ ആണ് അല്ലെങ്കിൽ കൊളീഷൻ ഉണ്ട്, ഓക്യുപ്പൈഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഐയുടെ വാല്യൂ സെക്കൻഡ് ഐറ്ററേഷനിലോട്ട് കടന്നപ്പോൾ 2 സ്റ്റാർ 2 എടുത്തു. അതും ഫുൾ ആണെങ്കിൽ ഐയുടെ വാല്യൂ 3 ആയി. സോ ഹാഷ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി, ഹാഷ് ഇൻഡെക്സ് ടേബിളിലെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഐയുടെ വാല്യൂ 3 ആക്കിയിട്ട് I സ്റ്റാർ I ചെയ്തു. സോ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ഫുൾ ആണെങ്കിൽ നെക്സ്റ്റ് ഫ്രീ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ I സ്ക്വയർ വെച്ച് ചെയ്യുമ്പോൾ, ഐട്രേഷൻ നമ്പർ I ആണ്, I സ്ക്വയർ വെച്ച് ചെയ്യുമ്പോൾ ഇതിന് വിളിക്കുന്ന പേരാണ് ക്വാഡ്രാറ്റിക് റീഹാഷ്. നെക്സ്റ്റ് ഡബിൾ റീഹാഷ്. ആക്ച്വലി പ്രൈമറി ക്ലസ്റ്ററിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്വാഡ്രാറ്റിക് പ്രോബ്ലം ഒക്കെ യൂസ് ചെയ്തു. അപ്പൊ വരാൻ ചാൻസ് ഉള്ള വേറൊരു പിറ്റ്ഫോൾ ആണ് സെക്കൻഡറി ക്ലസ്റ്ററിംഗ്. സെക്കൻഡറി ക്ലസ്റ്ററിംഗ് മീൻസ് എന്താ ഉദ്ദേശിക്കുന്നത്? 2 keys hashes into same hash value then follows the same rehash path. രണ്ട് keys ഹാഷ് ചെയ്തപ്പോൾ നമുക്ക് സെയിം ലൊക്കേഷൻ കിട്ടി. അപ്പൊ ഇത് കൊളീഷൻ ഉണ്ടായി. അപ്പൊ കൊളീഷൻ റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓപ്പൺ അഡ്രസ്സിങ്ങോ ആ ഓപ്പൺ അഡ്രസ്സിംഗിന്റെ ലീനിയർ പ്രോബിങ്ങോ ക്വാഡ്രാറ്റിക് പ്രോബിങ്ങോ വെച്ച് പുതിയ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നെക്സ്റ്റ് ഫ്രീ സ്ലോട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് ഹാഷ് വാല്യൂ ഒരേ പാത്ത് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിലുള്ള പ്രോബ്ലം അവർ അൾട്ടിമേറ്റ്ലി എവിടെ തന്നെ എത്താം? കൊളീഷനിലോട്ട് തന്നെ പിന്നെയും എത്താനുള്ള ചാൻസസ് ഉണ്ട്. സോ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാനാണ് നമ്മൾ ഡബിൾ റീഹാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൺ വേ ടു എലിമിനേറ്റ് ഈ ടൈപ്പ് ഓഫ് പ്രൈമറി സെക്കൻഡറി ക്ലസ്റ്ററിംഗ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യു ക്യാൻ ഗോ ഫോർ ഡബിൾ റീഹാഷ്. വേർ 2 ഹാഷ് ഫംഗ്ഷൻസ് ആർ യൂസ്ഡ്. ഈ ഡബിൾ റീഹാഷിൽ 2 ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നോർമൽ ഹാഷ് ഫംഗ്ഷൻ ആയ h1 ഓഫ് കീ ആൻഡ് സെക്കൻഡ് ഹാഷ് ഫംഗ്ഷൻ h2 ഓഫ് കീ. ഇതാ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് പറയാം. The h1 of key determines the location for insertion. Normal hash function നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന ഹാഷ് ഫംഗ്ഷൻ ആണ് h1 of key. അത് വെച്ച് നമുക്ക് നമ്മളുടെ കീ ഇൻസേർട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ അങ്ങനെ ഹാഷ് ഫംഗ്ഷൻ വെച്ച് ഐഡന്റിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അത് ഒക്യുപ്പൈഡ് ആണെന്ന് മനസ്സിലായി. ഒക്യുപ്പൈഡ് ആയെന്ന് മനസ്സിലായപ്പോൾ അതിന്റെ അർത്ഥം കൊളീഷൻ ഉണ്ടെന്ന് മനസ്സിലായി.
Then go for rehash. Rehash എങ്ങനെ ചെയ്യണം? പ്രോബിങ്ങോ ക്വാഡ്രാറ്റിക് പ്രോബിങ്ങോ വേണ്ട എന്നാണ് പറയുന്നത്. പകരം iteration നമ്പറും സെക്കൻഡ് ഹാഷ് ഫംഗ്ഷനും വെച്ചുള്ള ഒരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യണത്. You are rehashing with the help of the iteration number I and a rehash or second hash function h2. Then the rehash function, your rehash function use ചെയ്യാം, is successively used until an empty location is found. An empty location find ചെയ്യുന്നത് വരെ second hash functionന്റെ ഹെൽപ്പോടെയും iteration നമ്പറിന്റെ ഹെൽപ്പോടെയും ഫ്രീ സ്ലോട്ട് കണ്ടുപിടിക്കും. ഹാഷ് ഫംഗ്ഷൻ എങ്ങനെയാവുന്ന ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്. ഇപ്പൊ ഹാഷ് ഓഫ് എക്സ്, അതായത് ഹാഷ് 1 ഓഫ് എക്സ് മോഡ് എസ്, ആ ലൊക്കേഷൻ ഫുൾ ആണ്, ആ സ്ലോട്ട് ഫുൾ ആണെങ്കിൽ നമ്മൾ റീഹാഷിംഗ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഹാഷ് ഫംഗ്ഷൻ പ്ലസ് iteration നമ്പർ 1 ആയതുകൊണ്ട് 1 സ്റ്റാർ ഹാഷ് 2 ഓഫ് എക്സ് മോഡ് എസ്. Then iteration number 2 ആണെങ്കിൽ ഇവിടെ 1ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക, 3 ആണെങ്കിൽ 3 കൊടുക്കുക. So ഇങ്ങനെ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക until we get a free slot. Then how collision resolution can be done by chaining. ഇത്രയും നേരം പറഞ്ഞതെല്ലാം ഓപ്പൺ അഡ്രസ്സിംഗ് മെത്തേഡ്സ് ആണ്. ഇനി ചെയിനിങ് മെത്തേഡിൽ എങ്ങനെ ചെയ്യാം? ചെയിനിങ് മെത്തേഡിൽ നമ്മൾ ലിങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പോയിന്ററിന്റെ ഹെൽപ്പോടെയാണ് ഹാഷ് ടേബിളിൽ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. In chaining, each location in the hash table stores a pointer to a linked list that contain all key values were hashed to that location. ഒരു particular locationലേക്ക് hash ചെയ്ത എല്ലാ വാല്യൂവും ആ particular locationന്റെ ഹെൽപ്പോടെ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ആ ലൊക്കേഷനിൽ എപ്പോഴും ഒരു പോയിന്റർ ഉണ്ടാവുള്ളൂ. പോയിന്റർ മീൻസ് ഒരു ലിങ്ക് ലിസ്റ്റിലേക്കുള്ള പോയിന്റർ. ആ ലിങ്ക് ലിസ്റ്റിൽ ആ particular locationലേക്ക് hash ചെയ്ത എല്ലാ വാല്യൂസും സ്റ്റോർ ചെയ്യും. That is, location I in the hash table points to the head of the linked list where all the keys that has hashed to location 1. 1ലേക്ക് hash ചെയ്ത എല്ലാ വാല്യൂസും ഒരു ലിങ്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യാണ്. ആ ലിങ്ക് ലിസ്റ്റിലേക്കുള്ള പോയിന്റർ ആണ് ഹാഷ് ടേബിളിന്റെ ലൊക്കേഷൻ 1ൽ ഉണ്ടാവുക. ഇനി നമ്മൾ സപ്പോസ് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിൽ ഒറ്റ വാല്യൂ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ആ പോയിന്ററിന്റെ വാല്യൂ എന്തായിരിക്കും? നൾ ആയിരിക്കും. For example, ഇവിടെ ഒരു യൂണിവേഴ്സ് ഓഫ് കീസ്, കീ K1 എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ലൊക്കേഷൻ 0ലാണ് നമുക്ക് മാപ്പ് ചെയ്ത് കിട്ടിയെന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു പോയിന്റർ ആയിരിക്കും. ഈ ഹാഷ് ടേബിൾ ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലെ ഡേറ്റ എല്ലാം ഉണ്ടാകുക, പകരം പോയിന്റർ ആയിരിക്കും. ആ പോയിന്റർ പോയിന്റ് ചെയ്യുക ഒരു ലിങ്ക് ലിസ്റ്റിലോട്ടാണ്. സോ ഈ ഒരു ലൊക്കേഷൻ എടുത്താൽ അറിയാം 2 കീസ് ഈ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് മാപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, K2ഉം K6ഉം. അപ്പൊ K2നെയും K6നെയും നമ്മൾ ലിങ്ക് ലിസ്റ്റിൽ സ്റ്റോർ ചെയ്യും. ദെൻ ടേബിളിൽ എന്താ ഉണ്ടാകുക? ലിങ്ക് ലിസ്റ്റിലേക്കുള്ള പോയിന്റർ ആണ്. ദെൻ ചില ഇൻഡെക്സ് ലൊക്കേഷൻസിൽ ഒന്നും ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഇപ്പൊ ഇല്ല, അപ്പൊ അവിടത്തേക്ക് പോയിന്റർ വാല്യൂ നള്ളായിരിക്കും. അല്ലാത്ത കേസിൽ ലിങ്ക് ലിസ്റ്റിലോട്ട് പോയിന്റ് ചെയ്യാണ് ചെയ്യുക. ഈ ഒരു മെത്തേഡിനെയാണ് ചെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. How searching, insertion and deletion can be done on chaining method. സെർച്ചിങ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? ആ ലിങ്ക് ലിസ്റ്റിലാണ് സെർച്ച് ചെയ്യണ്ടേ. ആ ഹാഷ് ടേബിളിലെ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ ലിങ്ക് ലിസ്റ്റിലേക്ക് പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്ക് ലിസ്റ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കീ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻസേർഷൻ ചെയ്യണമെങ്കിലും ഒരു ലിങ്ക് ലിസ്റ്റിലെ ഒരു നോഡ് ആയിട്ടാണ് നമ്മൾ കീനെ ഇൻസേർട്ട് ചെയ്യുക. ഡിലീറ്റ് ചെയ്യണമെങ്കിലും ആ സെർച്ച് ചെയ്ത് ആ പെർട്ടിക്കുലർ കീ ലിങ്ക് ലിസ്റ്റിലെ ഏത് നോഡിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ ആ നോഡിനെ അല്ലെങ്കിൽ ആ എലമെന്റിനെ റിമൂവ് ചെയ്യാം. Advantages: simple to implement. Then hash table fills up ആവില്ല, കാരണം ഒരു ലിങ്ക് ലിസ്റ്റ് വഴി ചെയിനിങ് വഴിയാണ് നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഒരുപാട് റീഹാഷിംഗ് അങ്ങനത്തെ ലോഡ് ഫാക്ടേഴ്സ് ഒന്നും ഹാഷ് ഫംഗ്ഷന് വരുന്നില്ല. സിമ്പിൾ ഹാഷ് ഫംഗ്ഷൻ, ഡിവിഷൻ മെത്തേഡ്, അങ്ങനെ ബേസിക് ഹാഷ് ഫംഗ്ഷൻസ് തന്നെ ഉപയോഗിച്ചാൽ മതി. Then it is mostly used when it is unknown and how many and how frequently keys may be inserted or deleted. നമുക്ക് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ഹാഷ് ടേബിൾ യൂസ് ചെയ്യേണ്ടി വരും, എത്ര ഡേറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടി വരും, എത്ര ഡേറ്റ ഡിലീറ്റ് ചെയ്യേണ്ടി വരും, അതിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്ത സിറ്റുവേഷനിൽ യു ക്യാൻ ഗോ ഫോർ ചെയിൻ. ഡിസഡ്വാൻറ്റേജസ്: ലിങ്ക് ലിസ്റ്റിൻ്റെതായ എല്ലാ ഡിസഡ്വാൻറ്റേജസും ചെയിനിങ്ങിനുണ്ട്. ചെയിനിങ് cache performance of chaining is not so good as keys are stored in linked list, but open addressing in the cache performance is good. Then
ലിങ്ക് ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡേറ്റ പാർട്ടും പോയിന്റർ പാർട്ടും വേണം. അപ്പൊ വേസ്റ്റേജ് ഓഫ് സ്പേസ് ഉണ്ട്. ദെൻ ചെയിനിലെ nth ലൊക്കേഷൻ, ആ ലിങ്ക് ലിസ്റ്റിലെ nth ലൊക്കേഷനിലാണ് കീ എങ്കിൽ നമ്മൾ n ടൈംസ് സെർച്ച് ചെയ്യേണ്ടി വരികയാണ്. ഈ ഹാഷ് ടേബിൾ ഒക്കെ യൂസ് ചെയ്യാൻ കാരണം ഫസ്റ്റ് ടൈം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടാനാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ലിങ്ക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ സ്പേസ് വേണ്ടി വരികയാണ്. So these are few applications of hashing. Just slide ഇങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ. Few applications of hashing. Thank you for watching collision handling video.